ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിരിക്കും ബിബി ഹൗസിൻ്റെ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അനുമോള് നമ്മുടെ ബിഗ് ബോസിനെയും ലാലേട്ടനെയും കള്ളനാക്കിക്കൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ലാലേട്ടനും ബിഗ് ബോസും കള്ളം പറഞ്ഞ രീതിയിലാണ്, അനുമോളാണ് ശരി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും തെറ്റാണ്. കാരണം അവിടെ 72 ക്യാമറയോളം ഉണ്ട്. ഒരിക്കലും ഒരു ക്യാമറയിലും ഞാൻ ചോദിക്കട്ടെ, ഒരു പുഴപ്പിനടിയിൽ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ അനുമോള് കണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ അവരത് ചെയ്തു, അത് അവരുടെ പ്രായമായിരിക്കാം, ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാത്ത വ്യക്തികളാണ്. അനുമോൾക്ക് എന്താ പ്രശ്നം? കാരണം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന അല്ലേ? അനുമോൾ പറഞ്ഞു, അനുമോൾ എത്ര സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, അതൊന്നും ആരും കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ? ഇപ്പം ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ മാത്രമാണ് അനുമോൾക്ക് കുടുംബ പ്രേക്ഷകരെ കുറിച്ച് ഇത്ര അങ്ങോട്ട് സ്നേഹവും സിമ്പതിയൊക്കെ വരുന്നത്. കാരണം അനുമോളിപ്പോൾ നിൽക്കുന്നത് ബിഗ് ബോസിനെയും ലാലേട്ടനെയും ഒക്കെ കള്ളരാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇനി അനുമോൾക്ക് മാറ്റി പറഞ്ഞാൽ തന്നെ അനുമോളിൻ്റെ വോട്ടും കാര്യങ്ങളൊക്കെ താഴോട്ട് പോകും. അതുകൊണ്ട് അനുമോളത് മാറ്റി പറയില്ല. കാരണം അനുമോൾ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. അനുമോൾ സത്യം തന്നെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിലാണ് അനുമോൾ പിടിച്ചിരിക്കുന്നത്. അനുമോൾ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം എല്ലാവർക്കും മനസ്സിലായി അനുമോൾ കള്ളത്തര പറയുന്നതെന്ന്. അനുമോൾക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല. അനുമോൾക്ക് പേടി കൊണ്ടാണ് അനുമോൾ ആ ഒരു വലിയൊരു സത്യം, എന്താ പറയുക, ഇവർ കാണിച്ചിട്ടില്ല എന്നും അവർ കാണിക്കാത്ത കാര്യം കാണിച്ചെന്ന് പറയുന്നത് വലിയൊരു സത്യം തന്നെയാണ്. കാരണം അത് വളരെ മോശപ്പെട്ട കാര്യമായത്. പ്രേക്ഷകരെ കയ്യിലെടുത്ത് അനുമോൾ അത് പറയണം. അവരെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് അനുമോൾ പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്തിരിക്കുന്നത്. അന്നേരം ഇന്നത് മാറ്റി പറഞ്ഞാൽ അനുമോൾക്ക് തന്നെ അതിന് നാണക്കേടും, എന്താ പറയുക, വോട്ടിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. അതുകൊണ്ട് അനുമോളത് പറയത്തില്ല. കാരണം ബിഗ് ബോസിനെയും ലാലേട്ടനെയും എല്ലാവരെയും കളിയാക്കി തന്നെ അനുമോളത് സത്യം, അനുമോൾ കണ്ട കാര്യം സത്യമെന്ന് അവരെല്ലാം പറയുന്നത് കള്ളത്തരമാക്കി ഇരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.